നമ്മളിന്ന് ഈ കിളികളുടെ കിടുക്കാച്ചി നിറങ്ങൾ, അവരുടെ ഇഷ്ടപ്പെട്ട സ്നാക്സ് എന്തൊക്കെയാണ്, അവരുടെ സ്പെഷ്യൽ സൂപ്പർ പവേഴ്സ്, അവരുണ്ടാക്കുന്ന കിളിപ്പാട്ടുകൾ, പാട്ടുകളൊക്കെ. അതെ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടിയ വിവരങ്ങളിൽ നിന്ന് തപ്പിയെടുത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നല്ല രസമായിരിക്കും. ഉറപ്പായും. അപ്പോ ആദ്യം നമുക്ക് ഈ കുഞ്ഞു കിളിയെ കാണാം. കുട്ടുറുവൻ. കുട്ടുറുവൻ പച്ച നിറത്തിലുള്ളൊരു സുന്ദരൻ. കണ്ടോ, ഒരു മരകതം പോലെ തിളങ്ങുന്നു. നല്ല ഭംഗിയുണ്ട്. ഇവനൊരു പ്രത്യേക സൗണ്ടും ഉണ്ടാക്കും, കേട്ടിട്ടുണ്ടോ? നല്ല തിളങ്ങുന്ന പച്ച തൂവലുകളാണ് കേട്ടോ. ഇവൻ സാധാരണയായി മരങ്ങളിലും ചെറിയ കുറ്റിക്കാടുകളിലുമൊക്കെയാണ് താമസിക്കുന്നത്. ഓഹോ, എവിടെയാ കാണുക? മരങ്ങളിലും കുറ്റിക്കാട്ടിലുമൊക്കെ. ചെറിയ പഴങ്ങളും കുഞ്ഞൻ പ്രാണികളുമൊക്കെയാണ് മെയിൻ ഫുഡ്. പഴങ്ങളോ? നമ്മുടെ ചോട്ടാഭീം ലഡു കളിക്കുന്ന പോലെ ഈ കുട്ടുറുവാന് പഴങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് വേറൊരു പേരുകൂടിയുണ്ട്, പച്ചിലക്കുടുക്ക. പച്ചിലക്കുടുക്ക. ഹൗ കൂൾ ഇസ് ദാറ്റ്? അതെ. അടുത്തതാരാണെന്നോ? നമ്മുടെ തത്തമ്മച്ചി. തത്ത. ഗ്രീൻ ഡ്രസ്, വളഞ്ഞ ചുവന്ന കൊക്ക്, നീളൻ വാല്. സ്റ്റൈലനാണല്ലേ? നല്ല സ്റ്റൈലാണ്. ആൺതത്തയുടെ കഴുത്തിൽ നോക്കേ, ഒരു കറുപ്പും ചുവപ്പും കലർന്ന മാലയുണ്ട്. പെൺതത്തയ്ക്കാണെങ്കിൽ പച്ചമാലയും. ശരിക്കും കിളി ഫാഷൻ ഷോ. തത്തകൾക്ക് ധാന്യങ്ങളും വിത്തുകളും പഴങ്ങളുമൊക്കെയാണ് ഇഷ്ടപ്പെട്ട ഫുഡ്. മരത്തിലൊക്കെ കാലുകൊണ്ട് ടക് ടക് പിടിച്ച് കയർന്ന് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. ചെറിയ സർക്കസുകാരെ പോലെ. ചില തത്തകൾ നമ്മൾ പറയുന്ന പോലെ സംസാരിക്കാനും പഠിക്കും, നമ്മുടെ ടോക്കിംഗ് ടോമിനെ പോലെ. ശരിക്കും സംസാരിക്കോ? ചിലതൊക്കെ പഠിക്കും. പിന്നെ വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടമില്ലേ, അതിന്റെ അടുത്തൊക്കെ ഒരു പച്ച മേഘം പോലെ ഇവരെ കൂട്ടമായിട്ട് കാണാം. കൂട്ടമായിട്ടാണോ വരിക? അതെ, കൂട്ടമായിട്ട് വരും. ദാ വരുന്നു. ആരാ? കാക്ക. കാക്കയെ അറിയാത്ത കൂട്ടുകാരും ഉണ്ടാവില്ലല്ലോ അല്ലേ? എപ്പോഴും കാണുന്ന കറുമ്പൻ പക്ഷി. നിങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും സ്മാർട്ട് ഫ്രണ്ടിനെ പോലെ. ഭയങ്കര ബുദ്ധിയാ. അതെ, സൂപ്പർ സ്മാർട്ടാണ് കാക്കകൾ. ഏത് സ്ഥലത്തും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും. ശരിയാണ്. നമ്മൾ കളയുന്ന ഫുഡ്, ധാന്യങ്ങൾ, പുഴുക്കൾ എന്തും കഴിക്കും. നോ പിക്കി ഈറ്റേഴ്സ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലും വലിയ സിറ്റികളിലുമെല്ലാം എപ്പോഴും ഇവരെ കാണുന്നത്. റിയൽ സർവൈവേഴ്സ്. അടുത്തതാരാണെന്ന് നോക്കിയേ, നമ്മുടെ ദേശീയ പക്ഷി മയിലാണ്. മയിൽ. പല നിറങ്ങളിലുള്ള ഭംഗിയുള്ള തൂവലുകൾ, തിളങ്ങുന്ന നീലക്കഴുത്ത്. എന്ത് ഭംഗിയാ കാണാൻ. ആൺമയിലിന് നല്ല ഭംഗിയുള്ള വലുപ്പമുള്ള ഒരു വിശരി പോലത്തെ പീലിയുണ്ട്. കണ്ടിട്ടില്ലേ പീലി വിടർത്തുന്നത്? കണ്ടിട്ടുണ്ട്. മഴ വരുമ്പോഴൊക്കെ പീലി വിടർത്തി ആടും എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും അവരെന്താ കഴിക്കുക? മയിലുകൾ ധാന്യങ്ങൾ, വിത്തുകൾ, പഴങ്ങൾ ഒക്കെ കഴിക്കും. പിന്നെ ചെറിയ പ്രാണികൾ, ഇഴജന്തുക്കൾ, അതും ഭക്ഷണമാണ്. അങ്ങനെയാണോ? അതെ. തുറസായ കാടുകളിലും വയലുകളിലുമൊക്കെയാണ് ഇവരെ കൂടുതലായും കാണുന്നത്. ഇനി മരത്തിൽ ഠക് 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 എന്നൊരു ശബ്ദം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതാരാണെന്നറിയാമോ? മരംകൊത്തിയാണ്. മരംകൊത്തി. കടും തവിട്ട് നിറം, കുറിയ വാല്, മഞ്ഞ ചുണ്ട്, അങ്ങനെ ഒരു കിളി. ആൺകിളിയുടെ നെറ്റി മുതൽ കഴുത്തുവരെ നല്ല ചുവപ്പ് നിറമായിരിക്കും. പെൺകിളിക്കാണെങ്കിൽ നെറ്റിയിൽ വെള്ള നിറം കാണാം. അങ്ങനെ വ്യത്യാസമുണ്ടോ? ഉണ്ട്. എന്തായിരിക്കും അവര് കഴിക്കുന്നത്? മരം കൊത്തിയിട്ട്. മരത്തടിയിലുള്ള പ്രാണികൾ, പുഴുക്കൾ, ഉറുമ്പുകൾ, അതൊക്കെയാണ് പ്രധാന ഭക്ഷണം. അപ്പോ മരത്തിന് കേടാണോ? അല്ല. ശരിക്കും പറഞ്ഞാൽ കേടുവന്ന മരങ്ങളിലെ പുഴുക്കളെ തിന്ന് അവ മരത്തെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ആ ചുണ്ടില്ലേ, നല്ല ബലമുള്ള കൂർത്ത ചുണ്ടാണ്. അതുകൊണ്ടാണ് മരം കൊത്തി തുളയുണ്ടാക്കുന്നത്. ദാ പറക്കുന്നു മിന്നൽ പോലെ. നല്ല തിളങ്ങുന്ന നീലയും ഓറഞ്ചും നിറം. ആരാണിത്? പൊന്മാൻ. ഒരു കുഞ്ഞു സൂപ്പർ ഹീറോ ഫ്ലാഷിനെ പോലെ. കൊക്ക് കണ്ടോ, സൂചി പോലെ കൂർത്തതാണ്. എന്തിനായിരിക്കും? ഇവർ വെള്ളത്തിനടുത്തുള്ള മരക്കൊമ്പിലിരുന്ന് താഴോട്ട് തന്നെ നോക്കിയിരിക്കും. എന്തിനാണെന്നോ? മീനിനെ കാത്തിരിക്കുകയാണ്. മീനിനെയോ? അതെ, മീനിനെ കണ്ടാ മതി, ഒരു നിമിഷം ഷൂ എന്ന് പറഞ്ഞ് വെള്ളത്തിലേക്ക് ഒറ്റ ഊളിയിടലാണ്. അയ്യോ. എന്നിട്ട് മീനിനെ കൊക്കിലാട്ടി തിരിച്ചു പറക്കും. ഭയങ്കര സ്പീഡാ. അടിപൊളി ഡൈവർമാരാണ് പൊന്മാനുകൾ. മീനുകള്, ചെറിയ തവളക്കുഞ്ഞുങ്ങള്, പ്രാണികള്, ഇതൊക്കെയാണ് ഇവരുടെ സ്നാക്സ്. കുഞ്ഞു ഫിഷിംഗ് എക്സ്പേർട്സ്. മിടുക്കൻ. അല്ല, ഇവർക്ക് വെള്ളത്തിനടിയില് എങ്ങനെ ഇത്ര കൃത്യമായി കാണാൻ പറ്റുന്നത്? ചിലപ്പോ കണ്ണിന് എന്തെങ്കിലും സൂപ്പർ പവർ കാണോ?
അതെ അതെ, നല്ല കാഴ്ചശക്തിയാണ്. ഇനി ആകാശത്ത് വളരെ ഉയരത്തിൽ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് കണ്ടിട്ടില്ലേ? ആ, പരുന്ത്. അതെ, പരുന്താണ്. തവിട്ട് നിറമോ ചാരനിറമോ ഉള്ള തൂവലുകൾ. പിന്നെ നല്ല ശക്തിയുള്ള വളഞ്ഞ ഒരു കൊഴുത്തുപോലത്തെ ചുണ്ടും നഖങ്ങളുമുണ്ട്. ഭയങ്കര ഷാർപ്പായിരിക്കും അല്ലേ? അതെ, എന്തിനാണെന്നറിയോ? ഇരപിടിക്കാൻ. നല്ല കാഴ്ചശക്തിയാണ് പരുന്തുകൾക്ക്. ഓഹോ. അത്രയും ഉയരത്തിൽ പറന്നാലും താഴെയുള്ള ചെറിയ ഇരയെ വരെ കാണാൻ പറ്റും. ശരിക്കും. എന്നിട്ട് വളരെ വേഗത്തിൽ താഴേക്ക് വന്ന് റാഞ്ചിയെടുക്കും. മാംസം, ചെറിയ ജീവികള്, പാമ്പുകള് പോലുള്ള ഉരകങ്ങള്, ചിലപ്പോൾ മറ്റു പക്ഷികള്, അതൊക്കെയാണ് ഭക്ഷണം. കൊള്ളാം. അവരെവിടെയാ കൂടുണ്ടാക്കുക? സാധാരണയായി ഉയരമുള്ള മരങ്ങളിലോ അല്ലെങ്കിൽ പാറക്കെട്ടുകളിലൊക്കെയാണ് കൂടുണ്ടാക്കുക. ഹൂട്ട് ഹൂട്ട്. രാത്രിയായി. ഇനി ആരുടെ സമയമാണെന്നോ? മൂങ്ങ. മൂങ്ങ. തവിട്ടും ചാരനിറമും കലർന്ന തൂവലുകൾ. രാത്രിയിൽ നന്നായി കാണാൻ പറ്റുന്ന വലിയ ഉണ്ടക്കണ്ണുകൾ. ആ കണ്ണുകൾക്കൊരു പ്രത്യേകതയുണ്ട്. പിന്നെ ആ മുഖം കണ്ടോ? ചിലതിനൊരു ഹൃദയത്തിന്റെ ഷേപ്പ് പോലെ. ശരിക്കും രാത്രിയിലെ സൂപ്പർ ഹീറോ, ബാറ്റ്മാനെ പോലെ. കറക്റ്റ്. രാത്രി സഞ്ചാരികളാണ് മൂങ്ങകൾ. പറക്കുമ്പോൾ ഒട്ടും സൗണ്ട് ഉണ്ടാക്കില്ല. സൈലന്റ് ആയിട്ടാണോ പറക്കുക? അതെ. അതുകൊണ്ട് ഇരകൾക്ക് ഇവരുടെ വരവ് പെട്ടെന്ന് മനസ്സിലാവില്ല. ഭയങ്കര സൈലന്റ് ഹണ്ടേഴ്സ്. ഓഹ്. നല്ല ശക്തിയുള്ള നഖങ്ങളുണ്ട്. എലികൾ, പല്ലികൾ, പ്രാണികൾ, കുഞ്ഞു പക്ഷികൾ ഇതിനെയൊക്കെ പിടിച്ചു കഴിക്കും. എലിയെ പിടിക്കുവോ? ഉവ്വ്. ഈ വെള്ളിമൂങ്ങയെപ്പോലുള്ള ചില മൂങ്ങകൾ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ താമസിക്കും കേട്ടോ. വീടിന്റെ അടുത്തോ? ആ, പഴയ കെട്ടിടങ്ങളിലും മരപ്പൊത്തുകളിലുമൊക്കെ. അവര് എലികളെയും പെരുച്ചാഴികളെയുമൊക്കെ പിടിച്ചു തിന്നുന്നതുകൊണ്ട് കൃഷിക്കാർക്ക് വലിയ ഹെൽപ്പാണ്. ആഹാ. അപ്പോ ഉപകാരികളാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഫാർമേഴ്സ് ഫ്രണ്ട്സ്. കൊള്ളാം. ഇനി വേറൊരു കിളിയുണ്ട്. നല്ല തിളങ്ങുന്ന കറുപ്പ് നിറമാണ്. കറുപ്പ് നിറമോ? കാക്കയെ പോലെയാണോ? അല്ല, ഒരു പ്രത്യേകതയുണ്ട്. വാലിന്റെ അറ്റത്ത് ഒരു കമ്പി പോലെ നീണ്ടിട്ട് അതിന്റെ അറ്റത്ത് മാത്രം കുറച്ചു തൂവലുകൾ. ഒരു റാക്കറ്റ് പോലെ. ഓ, കാടുമുഴക്കി എന്നും പറയും. ആ. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ സാധാരണയായി കാണുന്ന കിളിയാണിത്. എന്താ കഴിക്കുക? ചെറുപ്രാണികളാണ് പ്രധാന ഭക്ഷണം. ഇങ്ങനെ പറന്നു നടന്ന് പ്രാണികളെ പിടിക്കും. ഇനി അതിമനോഹരമായ പാട്ടുപാടുന്ന ഒരാളുണ്ട്. കൂ കൂ. ആഹാ, കുയിൽ. അതെ, കുയിലാണിത്. ആൺകുയിലിന് നല്ല കറുപ്പ് നിറമാണ്. പെൺകുയിലിന് തവിട്ടു നിറത്തിൽ പുള്ളികളൊക്കെ കാണും. സാധാരണയായി മരങ്ങളുടെ ഇലകൾക്കിടയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കാനാണ് അവർക്കിഷ്ടം. ഒളിച്ചിരിക്കാനോ? അതെ. പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല, പക്ഷേ ശബ്ദം കേൾക്കാം. അവര് കൂടുണ്ടാക്കാറുണ്ടോ? ഇല്ല. അതാണ് രസം. കുയിലുകൾ സ്വന്തമായി കൂടുണ്ടാക്കില്ല. പിന്നെ എവിടെ മുട്ടയിടും? കാക്കയുടെ കൂട്ടിലാണ് മുട്ടയിടുന്നത്, കാക്കയറിയാതെ. അയ്യോ, എന്നിട്ടോ? കാക്ക അത് സ്വന്തം മുട്ടയാണെന്ന് വിചാരിച്ച് അടയിരുന്ന് വിരിയിക്കും. കുയിൽ കുഞ്ഞിനെ വളർത്തുകയും ചെയ്യും. കള്ളൻ കുയിൽ. എന്താ കഴിക്കുക? ചെറുപ്രാണികളും വിത്തുകളുമൊക്കെയാണ് ഭക്ഷണം. ഇനി മഞ്ഞ നിറത്തിലുള്ളൊരു കിളിയുണ്ട്. എന്തു ഭംഗിയാണെന്നോ? മഞ്ഞക്കിളി. അതെ, ആൺകിളികൾക്ക് നല്ല തിളങ്ങുന്ന മഞ്ഞ നിറവും കറുത്ത ചിറകുകളുമാണ്. പെൺകിളികൾക്കൊരുമാതിരി മഞ്ഞ കലർന്ന പച്ച നിറമായിരിക്കും. മഞ്ഞക്കിളിയെ എപ്പോഴും ഇവിടെ കാണാറുണ്ടോ? ചില സമയങ്ങളിൽ കാണാം. ഇതൊരു ദേശാടന പക്ഷിയാണ്. ഓ, ദേശാടന പക്ഷിയോ? അതെന്താ? അതായത് ദൂരയാത്രകൾ ചെയ്യുന്ന പക്ഷി. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കാലത്തിനനുസരിച്ച് യാത്ര ചെയ്യും. കൊള്ളാം. ട്രാവലർ ബേർഡ്. അതെ. കാടുകളിലും നാട്ടിൻപുറങ്ങളിലും കാണാം. പ്രാണികൾ, പുഴുക്കൾ, ചെറുപഴങ്ങൾ ഒക്കെയാണ് ഭക്ഷണം. ഇനി ഒരു തരം മൂങ്ങയുണ്ട്. മുഖത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു ഹൃദയത്തിന്റെ ആകൃതിയാണ്. ആഹാ, നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളിമൂങ്ങയെപ്പോലെയല്ലേ? ഏകദേശം. ഇത് നത്ത് എന്ന് പറയും ചിലയിടങ്ങളിൽ. ഇളം ചാരനിറമുള്ള മുഖവും അടിഭാഗവുമാണ്. ഓ, നത്തോ? അതെ. കളപ്പുരകളിലും പഴയ കെട്ടിടങ്ങളിലുമൊക്കെയാണ് കൂടുണ്ടാക്കുന്നത്. ഒരു പ്രത്യേക കരച്ചിൽ ശബ്ദമുണ്ടാക്കാറുണ്ട് ചിലപ്പോൾ. അതും എലിയെയൊക്കെ പിടിക്കോ? ഊവ്. ചുണ്ടലികളെയും ചെറിയ ജീവികളെയുമാണ് പ്രധാനമായും പിടിച്ചു തിന്നുന്നത്. കൊള്ളാം. വാവിവാവ്. കൂട്ടുകാരെ, കിളികൾ കിടുവല്ലേ? കിടുവാണ്. എന്തോരം തരം, എന്തോരം നിറങ്ങൾ, എന്തെല്ലാം കഴിവുകൾ. അതെ. പറക്കുന്നു, വെള്ളത്തിൽ ഡൈവ് ചെയ്യുന്നു, പാട്ടുപാടുന്നു, ചിലർ സംസാരിക്കുന്നു. നമ്മുടെ ഈ ചിറകുള്ള കൂട്ടുകാർ ഇഷ്ടമായെങ്കിൽ അവർക്ക് വേണ്ടി ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേ. ഒരു തംസപ്പ് കൊടുക്ക്. കുടുകുടു. വേഗം. തീർച്ചയായും.
കിളികളെ നോക്കിയിരിക്കുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. ശരിയാണ്. നിങ്ങൾ അടുത്ത തവണ വീടിന് പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ ചുറ്റുമൊന്ന് കണ്ണോടിക്കൂ. നോക്കണം കേട്ടോ. ഏതൊക്കെ കിളികളെ കാണുന്നുണ്ട്? അവയുടെ നിറമെന്താണ്? എന്ത് സൗണ്ടാണ് ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് പറക്കുന്നത്? ഒരു കുട്ടി ഡിറ്റക്റ്റീവിനെ പോലെ ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ ഇന്ന് പറഞ്ഞ ഏതെങ്കിലും കിളിയെ കാണുന്നുണ്ടോ? നോക്കണേ. നോക്കണം. വോ ഇതാരാ? ഭീമാകാരൻ, മലമുഴക്കി വേഴാമ്പൽ. ആഹാ, ഗ്രേറ്റ് ഹോൺബിൽ. എന്തൊരു വലിയ കിളിയാണിത്! കറുപ്പും വെളുപ്പും നിറം, തലയിലൊരു കിരീടം വെച്ച പോലൊരു മഞ്ഞ സാധനം. അതാണ് മകുടം. ആ, മകുടം. പിന്നെ കൊക്ക് കണ്ടോ, എന്തു വലുതാ! പറക്കാൻ വലിയ ചിറകുകൾ. ശരിക്കും ഒരു രാജാവിനെ പോലെയുണ്ട്. നമ്മുടെ കേരളത്തിന്റെ സ്വന്തം സ്റ്റേറ്റ് ബേർഡ്. അതെ, ഒഫീഷ്യൽ കിളിയാണ്. വളരെ ശരിയാണ്. ഒരു രാജകീയ പ്രൗഢിയുണ്ട് ഈ പക്ഷിക്ക്. പക്ഷെ ഒരു സങ്കടമുള്ള കാര്യം എന്താണെന്നോ? എന്താ? ഇവരുടെ എണ്ണം ഇപ്പോൾ ലോകത്തിൽ കുറഞ്ഞു വരികയാണ്. അതായത് വംശനാശ ഭീഷണി നേരിടുന്നു. അയ്യോ, അതെന്താ കാരണം? എന്താ കാരണം? നമ്മൾ മനുഷ്യർ കാടുകളൊക്കെ വെട്ടി നശിപ്പിക്കുന്നതും ഇവരെ വേട്ടയാടുന്നതും കൊണ്ടാണ്. കഷ്ടമായി പോയി. അതുകൊണ്ട് ഈ പക്ഷിയുടെ പേര് റെഡ് ഡേറ്റാ ബുക്കിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അതായത് ഹെൽപ്പ് ആവശ്യമുള്ള മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒരു സ്പെഷ്യൽ ലിസ്റ്റാണിത്. ഓഹോ, ശ്രദ്ധിക്കണമല്ലേ? തീർച്ചയായും. ഇവർ വലിയ മരപ്പൊത്തുകളിലാണ് കൂടുണ്ടാക്കുന്നത്. മരത്തിന്റെ പൊത്തിലാണോ? അതെ, പഴങ്ങളാണ് മെയിൻ ഫുഡ്, പ്രത്യേകിച്ച് അത്തിപ്പഴം. പിന്നെ പുഴുക്കളെയും കഴിക്കും. ഈ അത്തിപ്പഴം ഇഷ്ടാണോ? ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവരുടെ ചിറകടി ശബ്ദം കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. കാട്ടിലൂടെ പോകുമ്പോൾ ബൂ 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 എന്നൊരു വലിയ സൗണ്ട് കേൾക്കാം. ഒരു ഹെലികോപ്റ്റർ പോകുന്ന പോലെ. അതിവരുടെ ചിറകടിയാണ്. ശരിക്കും പ്രകൃതിയുടെ സ്വന്തം ഡ്രമ്മർ. വാവ്. ഇവർ പഴങ്ങൾ തിന്ന് വിത്തുകൾ ദൂരേക്ക് കൊണ്ടുപോയി ഇടുന്നതുകൊണ്ട് കാട്ടിൽ പുതിയ മരങ്ങൾ ഉണ്ടാകാൻ സഹായിക്കും. ആഹാ, അപ്പൊ കാടുണ്ടാക്കാൻ സഹായിക്കുവാണ്. അതെ, കാടിന്റെ കുഞ്ഞു ഗാർഡനേഴ്സ്. കൊള്ളാം. അപ്പൊ നമ്മളിന്ന് കൂടുകൂടു ശബ്ദമുണ്ടാക്കുന്ന കുട്ടുറുവൻ, നമ്മളെപ്പോലെ സംസാരിക്കുന്ന തത്തമ്മ, സ്മാർട്ട് കാക്ക, മയിൽ, ഭംഗിയുള്ള മയിൽ, ഠക് ഠക് മരം കൊത്തി, മിന്നൽ വേഗതയുള്ള പൊന്മാൻ, പരുന്ത്, ഉയരത്തിൽ പറക്കുന്ന പരുന്ത്, രാത്രിയിലെ ഹീറോ മൂങ്ങ, റാക്കറ്റ് വാലൻ പാട്ടുകാരൻ കുയിൽ, മഞ്ഞക്കിളി, സുന്ദരിയായ മഞ്ഞക്കിളി, പിന്നെ കിങ്ങിണിക്കാട് പോലെ വലിയ മലമുഴക്കി വേഴാമ്പൽ. ഇങ്ങനെ കുറേ കിളി ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടുവല്ലേ? ഇതുപോലെ ഇനിയും രസകരമായ കാര്യങ്ങൾ അറിയണ്ടേ? ഡൈനോസറുകളെ കുറിച്ചും കടലിനടിയിലെ ജീവികളെ കുറിച്ചും ഒക്കെ അറിയണ്ടേ? അതിന് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെ കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഞെക്കിയേക്കണേ. ഡിങ് ഡോങ്. ഡിങ് ഡോങ്. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും. അടുത്ത ആഴ്ച പുതിയ വിശേഷങ്ങളുമായി കാണാം. ടാറ്റാ. ബൈ ബൈ.